ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഗ്രില്ലാണ്. അത് ഞാൻ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പുതിയൊരു ഓവൻ വാങ്ങിച്ചിട്ട് ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ തന്നെ റെസിപ്പീസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറി പീസസാണ് എടുത്തിരിക്കുന്നത്, ചിക്കൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ പീസസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ഇതുപോലെയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കനും അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വിനാഗിരിയാണ്, സുർക്ക. അപ്പോൾ സുർക്കയില്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ കട്ടത്തൈരോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ എടുത്തുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. വിനാഗിരിയിലും അതുപോലെ ഈ ഓയിലിലുമാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ രാവിലെയൊക്കെ റെഡിയാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അല്ലെങ്കിൽ രാത്രിക്ക് ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഒരു 2.5 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓവൻ്റെ കൂടെ കിട്ടുന്ന ഒരു ട്രേ ആണ്. അപ്പോൾ ഈ ഒരു ട്രേയിൽ നമുക്ക് ചിക്കനൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് സമയ ലാഭമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓയിലൊക്കെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഓവനിൽ വെച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ട്രെയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലൊരു സ്റ്റാൻഡ് കിട്ടും ഓവൻ്റെ കൂടെ. ഇത് ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതായിട്ടുള്ള 2 സ്റ്റാൻഡ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഹൈറ്റ് കൂടിയ സ്റ്റാൻഡാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂടിയ സ്റ്റാൻഡ് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇതുപോലെ ഈ ട്രേ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഓവനിൽ ടൈമും എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓവനിലേക്ക് പോവാം. അപ്പോൾ ഓവൻ്റെ സ്വിച്ച് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. പ്ലഗൊക്കെ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിതിൻ്റെ ഡോറ് തുറന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഇത് സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേ വെച്ച് കൊടുക്കാം. നമുക്ക് ഓവൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റാൻഡൊക്കെ നല്ല കണ്ടീഷനിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഡോറൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഇതിൽ മൈക്രോവേവ് ഓവൻ, കൺവെക്ഷൻ, ഗ്രില്ല്, കോമ്പിനേഷൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഓവനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രില്ല് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ കോമ്പിനേഷനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചെയ്തെടുക്കാം. കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ഒരു സാധനമല്ല. അപ്പോൾ ഞാനിവിടെ കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോവേവ് ഓവനും അതുപോലെ തന്നെ കൺവെക്ഷനും രണ്ടും കൂടിയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. അപ്പോൾ നമ്മൾ കോമ്പിനേഷനിൽ ഒരു സെറ്റിംഗ് കൊടുക്കുമ്പോൾ ഇതുപോലെ CB1, CB2 എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ 600 വാട്ട്, അതുപോലെ 300 വാട്ട്, 450 വാട്ട്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ കോമ്പിനേഷൻ 1ൽ 600 വാട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് ചൂട് കൂടുതലായിട്ടുള്ള, ഹീറ്റ് കുറച്ച് കൂടുതലായിട്ടുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. അത് നമുക്കിതുപോലെ ടൈം മുകളിലേക്കും താഴേക്കും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 12-13 മിനിറ്റോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ടൈം ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുറച്ച് സ്പീഡ് കാണിച്ചതാണ്.
അപ്പോൾ ഇത് എൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ എൻഡ് ആവുന്ന സമയത്ത് ഒരു 4 പ്രാവശ്യം ബീപ്പ് സൗണ്ട് കേൾക്കും ടൈം കഴിയുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മൾ അതിന് ശേഷം സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് കൈവച്ച് എടുക്കരുത്, നല്ല ചൂടായിരിക്കും. ഒരു എന്താ പറയുക, എന്തെങ്കിലും തുണിയോ അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ച് ചിക്കൻ കുക്കായിട്ടില്ലെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതുപോലെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഗ്രില്ലിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വീണ്ടും കോമ്പിനേഷനിൽ തന്നെ CB കോമ്പിനേഷൻ 1ൽ വാൾട്ടം സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും പിന്നെയും ഒരു 4 പ്രാവശ്യം ബീപ്പ് എന്നുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കണം, അകത്ത് തുറന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ടൈം പോകുന്നതിനിടയ്ക്ക് 2 പ്രാവശ്യം ഇതുപോലെ സ്റ്റോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓവൻ സ്റ്റോപ്പ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കുക്കായോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയതുകൊണ്ട് ടൈം കുറച്ച് വെച്ചാൽ മതി. വലിയ പീസും അതുപോലെ ഫുൾ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വെക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാനൊരു 10 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 പ്രാവശ്യം ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം ഡോറ് തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൈ ഇട്ടിട്ട് എടുക്കരുത്. എന്തെങ്കിലും ഒരു തുണിയോ അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കാട്ടെ, നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെസിപ്പീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്യാം. അതുപോലെ തന്നെ ഓവനിലുള്ള മറ്റ് റെസിപ്പീസും ട്രൈ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.